ഗ്രാമപഞ്ചായത്തുകളിൽ 102 പഞ്ചായത്തുകളുടെ വ്യത്യാസം എൽ ഡി എഫിന് പ്രകടമായിട്ടുള്ള ലീഡ്. ബി ജെ പിയും ലീഡ് വർദ്ധിപ്പിക്കുന്നു. 32 വളരെ എനിക്കൊന്ന് ബി ജെ പിയുടെ ലീഡ് വർധന ഒരുപക്ഷെ ആരുടെ കോസ്റ്റിലാണെന്നുള്ള കാര്യം പിന്നീട് കണക്കിലെടുക്കും. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു കണക്ക് ഞങ്ങൾ പരിശോധിക്കും. കാരണം ഞങ്ങൾ വളരെ കൂടുതൽ വോട്ട് പിടിച്ച പല വാർഡുകളിലുമാണ് തോമസ് സാറിന്റെ പാർട്ടി വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം കഴിഞ്ഞകാല കേരള രാഷ്ട്രീയത്തിൽ അസംബ്ലിയിലും പാർലമെന്റിലും പ്രതിഫലിച്ചിരുന്ന ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് കൂടുമ്പോൾ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വിജയിച്ചിരുന്നതിന്റെ ഒരു അനുപാതം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രതികൂലമായിട്ട് സമയക്കുറവുണ്ട്. പത്മജ, തിരുവനന്തപുരത്ത് UDF 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എനിക്കൊന്ന് നമ്മുടെ കൺട്രോൾ റൂം കുറച്ചുകൂടി ഊന്നൽ കൊടുക്കേണ്ട ഒരു സ്ഥാനമാണ് തിരുവനന്തപുരത്ത് ആർക്കും ഭൂരിപക്ഷമില്ലാതെ പോകും എന്ന് വിചാരിച്ച സ്ഥലത്ത് നോക്കുക. തിരുവനന്തപുരത്ത് BJP 13, UDF 8, LDF 32, മറ്റുള്ളവർ 4. 18 സീറ്റ് കൂടി വന്നാൽ LDFന് വേണേൽ കേരള ഭൂരിപക്ഷം കിട്ടും. പക്ഷെ അവിടെയും അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഒരു ത്രികോണ ഫാക്ടറോടെ വരുന്നുണ്ട്. പക്ഷെ ഇത് പത്മജ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഒരു UDFന് തല ഉരുളണോ? അതായത് ഇതുപോലൊരു കണക്കിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭരണസ്ഥിരാകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷനിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ തട്ടകമെന്ന് പറയാവുന്ന ഈ കോർപ്പറേഷനിൽ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അത് വളരെ അപ്രതീക്ഷിതമാണ്. ഒരു ചോദ്യം, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മൗനം ഒരുപക്ഷെ LDFന് ഗുണകരമായും UDFനെ ദോഷകരമായി ബാധിച്ചു? ഇല്ല, അതില്ല. അതിലേക്ക് പോണ്ട. പക്ഷേ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞാൽ വളരെ ശരിയാണ്. അത് പോകാൻ സമ്മതിക്കുന്നില്ല. അല്ലേ, ഇതുവരെയും തിരുവനന്തപുരത്ത് BJP മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ LDF പുറകോട്ട് പോയി ചെയ്യാം. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിചാരിച്ചതുപോലെ BJP പെർഫോം ചെയ്യാൻ പോകുന്നില്ല. LDF വളരെ മുന്നോട്ട് വരുന്നു. ഒരു സംശയവും വേണ്ട, BJP SNDP അല്ലെങ്കിൽ GAP സാമുദായിക ശക്തികളുടെ കൂട്ടുകെട്ടിനെതിരെ ഉമ്മൻചാണ്ടി പാലിച്ച മൗനം അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിട്ട് മാറുന്നു. വോട്ടിംഗ് പാറ്റേൺ തിരുവനന്തപുരത്ത് മാറി എന്നാണ് പറയുന്നത്. ഒരു സെന്റൻസ് ഞാൻ പറയാം. BJP പിന്നെ വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിനെതിരെ BJPക്ക് തന്നെ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം ഒരുപക്ഷെ അതിൽ പ്രതിഷേധിച്ച് LDFന് വോട്ട് ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ്. ഓക്കെ, അതായത് BJP SNDP കൂട്ടുകെട്ടിലുള്ള പ്രതിഷേധം കാരണം BJPക്ക് വോട്ട് ചെയ്യേണ്ടിരുന്ന ഇതാണ് ഫലം പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗ്രാമപഞ്ചായത്തില് ഇത്രയും ഗ്രാമപഞ്ചായത്തുകളിൽ BJP ലീഡ് ചെയ്യുകയും ഞങ്ങൾ വളരെ വലിയ ഒരു വിജയം അതിപ്പോ തൃശ്ശൂർ കോർപ്പറേഷനിൽ കാണുന്നുണ്ട്, തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. ഒരു സെക്കൻഡ് ക്വിക്കായിട്ട് കൊടുക്കണം. അതായത് ഫലം പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നു. 54 പഞ്ചായത്തുകൾ LDF ജയിച്ചു കഴിഞ്ഞു. 36 പഞ്ചായത്തുകൾ UDF, BJP 2 ജയിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തില് 20 LDF വിജയിച്ചു കഴിഞ്ഞു, 14 UDF. പൊളിറ്റിക്കലാണ്. ജില്ലാ പഞ്ചായത്ത് 3 LDF വിജയിച്ചു കഴിഞ്ഞു, 2 UDFന്. മുനിസിപ്പാലിറ്റി 5 LDF വിജയിച്ചിരിക്കുന്നു, 3 UDFന്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഫലപ്രഖ്യാപനം. ഇനി ട്രെൻഡ് എന്താണ്? 388 ഗ്രാമപഞ്ചായത്ത്, അതായത് 54 വിജയിച്ച് 388 ലീഡ് ചെയ്യുന്നു. UDF 306, BJP 34. ബ്ലോക്ക് പഞ്ചായത്ത് 86, അതിലൊരു മാറ്റവും ഇല്ല ഡോക്ടർ ഐസക്. 86 LDF, 59 UDF. ജില്ലാ പഞ്ചായത്ത് 7 ഡോക്ടർ ഐസക് നേരത്തെ പറഞ്ഞൊരു കണക്കിലേക്ക് എത്തുകയാണ്. 7 വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി UDFന് അത് വീണ്ടും 8-6 മുനിസിപ്പാലിറ്റിയിൽ UDFന് ഒരു മേൽക്കോയ്മ, കോർപ്പറേഷൻ 5-1. ആന്റണി രാജു, ഈ ഒരു സമയത്ത് വേണമെങ്കിൽ LDFന് ഒരു ലീഡ് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. അല്ല, ഈ രേഖകൾ കാണിക്കുന്നത് അതാണല്ലോ. പക്ഷേ ഈ രേഖ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ രേഖകൾ കാണിക്കുന്നത് അതാണ്. പക്ഷെ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്.
കേരള കോൺഗ്രസ് പോലുള്ള അത് ആർക്കെതിരെയുള്ള വിഷയം സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ജയിച്ചാലാണ് ആന്റണി രാജു. കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് 5.3% വോട്ടുള്ള മുസ്ലിം ലീഗിന് 21 MLA 5 മന്ത്രി. കേരള കോൺഗ്രസിന്റെ പെർസെന്റേജ് വേണുഗോപാൽ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇനി സീറ്റ് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു എന്റെ അർത്ഥം. 9-5 ജില്ലാ പഞ്ചായത്ത് 9-5 ഡോക്ടർ ഐസക് താങ്കളുടെ കണക്കൂട്ടിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. സന്തോഷകരമായ കാര്യമല്ലേ? BJPക്ക് നേരത്തെ തന്നെ 12% വോട്ട് കേരളത്തിലുണ്ട്. 12% വോട്ട് കേരളത്തിൽ ഇത് ഗ്രാമപഞ്ചായത്ത് റിസൾട്ട് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതത്തിന് യാതൊരു അവകാശവും ഇല്ല. നിങ്ങൾ നോക്കൂ, താഴത്ത് നിന്ന് നിങ്ങൾ മുകളിലോട്ട് പോകും തോറും നിങ്ങളുടെ ശതമാനം സീറ്റുകളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതിന് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെന്റേജ് ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പല ട്രെൻഡുകളും വരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയുടെ 6 സ്ഥാനാർത്ഥികൾ തോറ്റു. ഓരോ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും കോർപ്പറേഷൻ പിടിക്കരുത്, വളരെ പ്രധാനമാണ്. നോക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. അതില് പത്മജ 8 സീറ്റ്, UDFന്, BJPക്ക് 14 സീറ്റ്, LDFന് 33. ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകം, എനിക്ക് തോന്നുന്നു UDFനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു സൂചകം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇതുവരെയുള്ള ഫലമാണ്. മറ്റ് കോർപ്പറേഷൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് സിറ്റിയിലെ 4 നിയോജക മണ്ഡലങ്ങളില് O രാജഗോപാൽ ലീഡ് ചെയ്തിരുന്നു 60 വാർഡുകളിൽ. കഴിഞ്ഞ അസംബ്ലി ബൈ ഇലക്ഷന് ശേഷം എല്ലാ രാഷ്ട്രീയ പ്രതിയോഗികളും പറഞ്ഞത് രാജേട്ടൻ നിന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അരുവിക്കരയിൽ ഇത്രയും വോട്ട് കൂടി. അല്ലാതെ പക്ഷെ എന്നിട്ട് ഞങ്ങൾ ഇത്രയും ആളുകൾ UDFന്റെ മുകളിൽ കയറിയത് പക്ഷേ 60-ൽ നിന്ന് 14-ലേക്ക് വന്നിരിക്കുന്നു. പക്ഷേ BJPയെ കുറച്ച് കാണണ്ട. നമുക്ക് കോർപ്പറേഷനിലേക്ക് വരാം. ഓക്കെ, കണ്ണൂര് LDFന് ഒരു ചെറിയ എഡ്ജ്. LDF 19, UDF 16. പത്മജ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെല്ലാം മീഡിയ ക്യാമ്പയിൻസ് വന്നിരുന്നെങ്കിൽ പോലും ഒരു പക്ഷേ കണ്ണൂരിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ലെഫ്റ്റ് നിലനിൽക്കുന്നുള്ളതാണ്. അവിടെ തൃശ്ശൂർ 10-10, തൃശ്ശൂർ 10-10, 5 BJPക്ക്, 5. ഞാൻ ഏറ്റവും കൂടുതൽ ഞാനല്ലേ പറയണ്ടത് ശോഭ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ശോഭനെ ഏതെല്ലാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ആളാണ്. അപ്പോഴാണ് അല്ല മറ്റുള്ളവർ 5 ഉണ്ട് കേട്ടോ, അത് സൂക്ഷിക്കണം. മറ്റുള്ളവർ 5 ഉണ്ട്. അവരതൊക്കെ പറയും കേട്ടോ, ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. തൃശ്ശൂര് 5 ഞങ്ങൾ സ്വതന്ത്രമാരെ നിർത്തിയിട്ടുണ്ട്. ഉണ്ടോ? വേഗം പറയണോ? പല സ്ഥലത്തും ഞങ്ങൾ തൃശ്ശൂര് 7 നഗരസഭകളിൽ 5 മുനിസിപ്പാലിറ്റിയിൽ 5 LDF ലീഡ് ചെയ്യുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ചന്ദ്രശേഖർ ഒന്ന് പോയിക്കോളൂ എല്ലായിടത്തേക്കും. ജനറൽ ഇതില് LDFന്റെ മുൻകൈ ഇപ്പോൾ തുടരുകയാണ്. എല്ലാ തലത്തിലും LDF മുന്നിട്ട് നിൽക്കുന്നു. 5 തലങ്ങളിലും LDF ലീഡ് ചെയ്യുന്നു. BJP സ്പെക്ടാക്കുലർ ആയിട്ടുള്ള പെർഫോമൻസ് ഗ്രാമപഞ്ചായത്തിൽ 32 പഞ്ചായത്തുകളിൽ BJP ലീഡ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട സൂചകം. അതുപോലെ മറ്റുള്ളവർ 30. ഇതാണ് ഈ സമയത്ത് നമുക്ക് പകർന്നു നൽകാനുള്ളത്. അതെ, ഗ്രാമപഞ്ചായത്തില് 392, 320 എന്ന നിലയ്ക്കാണ് LDFന്റെ മേൽക്ക്. 403, 311. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള ഗ്രാഫിക്സ്. ഇതാണ് ആനന്ദ് രാജു. ഇതെങ്ങനെ കൊടുക്കുന്നതിന് വിരോധമുണ്ടോ? ഇപ്പൊ ഇങ്ങനെ കൊടുക്കാം. കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ മാറിയേക്കാം. പക്ഷെ ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്സ് ഞാൻ BJPയുടെയും കൂടെ കൊടുത്തിട്ടുണ്ട് ശോഭ. അല്ല, മാണിസാറിനെ BJPക്ക് പ്രാധാന്യം വളരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശോഭ ശ്രദ്ധിക്കണം. അല്ല, അത് പ്രാധാന്യം കൊടുത്താലില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റേത് ബാലകൃഷ്ണപിള്ളയെ കാണുന്നില്ല. ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്തിൽ 86 ഇടത്ത് LDF, 60 ഡിവിഷനുകളിൽ UDF. ജില്ലാ പഞ്ചായത്ത് 8-6 എന്ന നിലയ്ക്കാണ് LDFന്റെ ആധിപത്യം. ഇപ്പോഴും അത് തുടരുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ ഇപ്പോൾ ഒരേപോലെയാണ്, 43-43.
ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളെങ്കിലും പോകുന്നുണ്ട്. കോർപ്പറേഷനിൽ 5-1 എന്ന നിലയ്ക്ക് LDF ഇപ്പൊ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമുക്കറിയാം 2 സ്ഥലത്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. മുനിസിപ്പാലിറ്റി ഒന്നും കൂടി മാറി. ഇപ്പോ UDF അനുകൂലമായി 40-44 നാലിടത്ത് UDF കൂടുതൽ. മുനിസിപ്പാലിറ്റിയാണ് നമുക്ക് അറിയാനുള്ളത് ഒരു ആശ്വാസ വിജയം UDF. ആന്റണി രാജു, മുനിസിപ്പാലിറ്റിയിലാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രകടനം UDF കാഴ്ചവെക്കുന്നത്. ജില്ലാ പഞ്ചായത്തും വലിയ പ്രശ്നം വരില്ല. ജില്ലാ പഞ്ചായത്ത് ഇപ്പൊ 8-6 എന്ന നിലയ്ക്ക് നിൽക്കുന്നു, വളരെ പുറകിലല്ല. അതെ.